എടാ മണ്ടന്മാരെ, ഇപ്പോഴ് തിയേറ്ററിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയാണ്. തിയേറ്ററിൽ പോയിട്ട് പഴയ പരിപാടികളൊന്നും നടക്കത്തില്ല. അതായത് തിയേറ്ററിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരാളുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയേറ്ററിൻ്റെ ഉള്ളിലുള്ള ഈ പിടുത്തവും ഞെക്കലും പരിപാടിയിലില്ലേ, അതെല്ലാം എന്ന് പറഞ്ഞാൽ പോൺ സൈറ്റിലേക്ക് ആരോ കൊടുത്തിട്ട് പൈസയും വാങ്ങിച്ചിട്ടുണ്ട് പോലും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വൈകാതെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവൻ്റെയും ഈ പരിപാടികൾ എന്ന് പറഞ്ഞാൽ പോൺ സൈറ്റിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ പതിവ്രതകളായവരും പതിവ്രതകളല്ലാത്തവരും എല്ലാവരും കുടുങ്ങും. ഇന്നലെ ഇപ്പോഴേ ഒരാൾ കാണിച്ചു തന്ന ഒരു രംഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തൻ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പരിപാടിയാണ്. രണ്ട് പെണ്ണുങ്ങൾ, ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഇവന്മാർക്ക് എന്താണ്, ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റൂം കിട്ടത്തില്ലേ? ഈ പൈസ അത് 1000 രൂപ കൊടുക്കണേ. ഇതിനാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരെ കൊണ്ടുവന്നാൽ 450 കൊടുക്കണ്ടോ. എന്നാലും പോപ്കോണിൻ്റെ പൈസ വേറെയും കൊടുക്കണം. അപ്പോൾ ഇവരൊക്കെ ഇതൊരു സൗകര്യമായിട്ട് കണ്ടിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുന്നത് ഇമ്മാതിരി തോന്നിയവാസങ്ങൾ കാണിക്കാൻ തന്നെയാണ്. ഇതിലേറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? അതായത് ഇത് പിന്നെ ഈ കോളേജിലൊക്കെ പഠിക്കുന്നവരാണ് കൂടുതൽ. അവർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു പരിപാടി തന്നെയാണ്. കാരണം അവിടെ പോയിട്ട് ഒന്നും അറിയില്ല, വീട്ടുകാരറിയില്ല, നാട്ടുകാരറിയില്ല, ഒരാൾ പോലും അറിയില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വേട്ടാവളിയൻ്റെ കൂടെ ഇങ്ങനെ തിയേറ്ററിലേക്ക് പോയിട്ട് അവിടെ കിടന്നിട്ട് നിങ്ങൾ കാണിക്കുന്ന പരിപാടികളെല്ലാം മുകളിൽ ഒരാൾ പിടിച്ചെടുക്കുന്നുണ്ടെന്നും അതിൻ്റെ അകത്തുനിന്ന് ചോർന്നു പോയിട്ട് പോൺ സൈറ്റിലേക്ക് പോകുന്നുണ്ട്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജീവിതം കൊഞ്ഞാട്ടയാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ പിന്നെ നിലവിളിച്ചുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ആയിട്ടോ കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചോർത്തി നൽകുന്നത് ഒരു കൂട്ടം എന്നാ പറയേണ്ടത് സാമൂഹ്യ ദ്രോഹികൾ തന്നെയാണ്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്നാണ് ചോരുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും തിയേറ്റർ നമുക്ക് കണ്ടുപിടിച്ചുവിടണോ. ഒരു കണ്ടുപിടിക്കലും നടക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പുതിയ പുതിയ സിനിമകൾ വരുമ്പോഴേ അതുവരെ എന്ന് പറഞ്ഞാൽ ചില വിദ്വാന്മാർ എന്ന് പറഞ്ഞാൽ ക്യാമറയിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. അത്രത്തോളം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് തിയേറ്ററിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ലീക്കായത് എന്നൊന്നും കണ്ടുപിടിക്കൽ സാധ്യമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞ് ഇതിൻ്റെ ആൾക്കാരനായിരിക്കും, അതായത് ഇതുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ തന്നെയായിരിക്കും. പക്ഷെ ഇവന്മാർ ഇത് മറ്റേ സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത്, പോൺ സൈറ്റിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു സിനിമയും കാണാം, അതുപോലെ തന്നെ നമ്മുടെ കാര്യവും നടക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ ആരെയും പേടിക്കാണ്ട് ആ ഇരുട്ടുമുറിയിൽ ഇരിക്കാലോ എന്നൊക്കെ കരുതിയിട്ട് പോകുന്നവന്മാർ വളരെയധികം സൂക്ഷിക്കുക. കാരണം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് മുകളിൽ ഒരു ക്യാമറയുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ. അതായത് ഇത് കണ്ടപ്പോഴേ ശരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തൊലിയുരിഞ്ഞു പോയി. എന്തൊരു നമ്മുടെ യുവത്വം എന്താ ഇങ്ങനെയായിപ്പോയത്? അതായത് ഇവന്മാർ എന്തായാലും കാമ പശുക്കളാ. എനിക്ക് മനസ്സിലാകാതെ ചോദിക്കുന്നത്, ഇത്രയും ഭയങ്കര കാമാണോ നമ്മുടെ നാട്ടിൽ? എന്തൊരു ഭയങ്കരമായിട്ടുള്ള വൃത്തികേട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികേടിൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് ഇപ്പോഴും. ഇങ്ങനെ ഈ തിയേറ്ററിൽ കയറിയിട്ട് ഇമാതിരി പോകൃത്തരം ചെയ്യുന്ന ഒരുപാട് ടീമുകളുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ബീച്ചിലും പാർക്കിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും മാത്രമല്ല, ഇപ്പോൾ ഇവന്മാരെ കൊണ്ടുള്ള ശല്യം എന്ന് പറഞ്ഞാൽ തിയേറ്ററും കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ചില കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കാണിക്കണം. ഇവിടെ പിടുത്തവും ഞെക്കലും ഒക്കെ നിരോധിച്ചിരിക്കുന്നു. അത് മാത്രവുമല്ല, മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അല്ല, ഞാനിത് ഓപ്പണായിട്ട് പറയാൻ കാരണം എന്താണെന്നറിയാം, ഇതാണ് നമ്മൾ കാണുന്നത് ശരിക്ക്, അല്ലാതെ വേറെയൊന്നും കാണുന്നില്ല. ബെഡ്റൂം സീനോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ഈ ഞെക്കയും പിടി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ ഇതെന്തിനാണോ താനെടുത്ത് വീഡിയോ ആക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് ടീം ഇതൊന്നും അറിയാതെ വല്ല തിയേറ്ററിലും പോയിട്ട് ഇമാതിരി പോക്കൃത്തരാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറേ വേട്ടാവളിയന്മാരുണ്ട്. ആ വേട്ടാവളിയന്മാർ ചിലപ്പോഴും പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുരക്ഷിതമാണ്, ആരും കാണത്തില്ല. അല്ലെങ്കിൽ രാവിലെയൊക്കെ ഒരു 10 മണിൻ്റെ ഷോയ്ക്കൊക്കെ നമുക്കറിയാലോ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ 2 ആഴ്ച 3 ആഴ്ചയിലും കഴിയുമ്പോഴേ ആ സിനിമയ്ക്ക് ആൾ കുറയും. അങ്ങനെ ആൾ കുറഞ്ഞ തിയേറ്ററിലാണ് ഇവർ കയറുന്നത്. ഇവർ കയറുന്നത് മാത്രമല്ല, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലയിലുള്ള സീറ്റുകളാണ് എടുക്കുന്നത്. ആ സീറ്റിൽ നിന്നാണ് പിന്നെ പരിപാടികൾ. 2 പേരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുത്തിനിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു ദാരിദ്ര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ 2 പെൺകുട്ടികൾക്കും അറിയാം ഇവ മുതലെടുപ്പാണെന്ന്. എന്നിട്ടും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇവനൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ തോന്നിയവാസ പരിപാടികൾ കാണിക്കുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പില്ലേ കയ്യിൽ, ആ ചെരുപ്പെന്തിനാന്ന് നമുക്ക് കാലിനിട്ട് നടക്കാൻ വേണ്ടി മാത്രമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്ന എല്ലാവരോടുമാണ് ഞാൻ പറയുന്നിട്ടാ. വെറും ഈ പിന്നെ കോളേജ് വിദ്യാർത്ഥികളോടോ അല്ലെങ്കിൽ ചെറിയവരോടോ ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രായത്തിലുള്ള വികേന്ദ്രന്മാരുണ്ട്. അതുമാത്രമല്ല, ഈ ആണും പെണ്ണുമാണെന്ന് വിചാരിക്കല്ലേ, ചില വികേന്ദ്രന്മാർ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. പണ്ട് നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആണുങ്ങളെയും കൂട്ടിയിട്ട് പോകുന്ന വികേന്ദ്രന്മാരുണ്ട്. ഇവന്മാരുടെ
ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ പോൺ സൈറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണും, ഇത് കണ്ട് രസിക്കാൻ തുടങ്ങും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇതൊന്നും വലിയ നാണക്കേടുണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ മലയാളികൾ രാത്രി ആയി കഴിഞ്ഞാൽ സാരി ഉടുക്കലാന്ന് പണി. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ എവിടെയൊക്കെ ലൈവ് നടക്കുന്നുണ്ട് അവിടെയൊക്കെ നോക്കിക്കോ. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ശരിയാക്കലും സാരി ഉടുക്കലും ആണ് പ്രധാനപ്പെട്ട പണി. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, ഇതെന്തിനാണ് 1 മണിക്കൊക്കെ ഇങ്ങനെ സാരി ഉടുക്കുന്നതെന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ 1 മണിയാകുമ്പോൾ പല ഗൾഫ് രാജ്യങ്ങളിലും 10:30 മണിയും 11 മണിയാണ്. അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദക്കുള്ള സമയമാണ്. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സാരി ഉടുക്കുന്ന പരിപാടി. ഈ സാരി ഉടുക്കുമ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാരി കൊള്ളാമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉടുക്കുന്നതായിരുന്നു. മനസ്സിലായ? അങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമായി കുഞ്ഞുങ്ങളായി ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് ജീവിക്കുന്ന ടീമുകളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുറച്ച് പൈസക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ അഭിമാനം തന്നെ പണയം വെച്ചിരിക്കുകയാണ്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംതാസ് എന്ന് പറഞ്ഞിട്ടൊരു നടിയുണ്ടായിരുന്നു. പഴയ മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസ് കളിക്കുന്നതാണ്. അവരെന്ന് പറയുന്നത് ഇത്ര പോരുന്നില്ല, ഒരു ഡ്രസ്സ് കൂട്ടി പിന്നെ പോലത്തെ ഒരു സാധനം ഇട്ടിട്ടാണ് അഭിനയിക്കുക. അങ്ങനെ അത് വന്നിട്ട് 2 ഡാൻസ് ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ ഡാൻസിലാക്കിയിട്ട് പോകുന്നതായിരുന്നു. മറ്റേ മോഹൻലാലിൻ്റെ മറ്റേ എന്താ പറയുക ഒരുപാട് സിനിമയുണ്ട്, ഈ ചതുരംഗം അങ്ങനെയുള്ള സിനിമയെല്ലാം ഉണ്ട്. അപ്പോൾ ഐറ്റം ഡാൻസ് കളിക്കുന്ന ഈ മുംതാസ് കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ സെറ്റിൽഡാണ്, എൻ്റെ ഭർത്താവ് ബിസിനസ്സുകാരനാണ്, അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മക്കളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു, കൊച്ചുമക്കളൊക്കെ ആയിരിക്കുകയാണ്, എൻ്റെ സിനിമയുടെ പ്രിൻറ്റുകൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും വില തരാം. കാരണം എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്ക് അതൊന്ന് കത്തിച്ച് കളയണം. ഇപ്പോഴും അത് ടി വിയിലൊക്കെ വരുമ്പോഴും എൻ്റെ തൊലി ഉരിഞ്ഞു പോവുകയാണെന്നാണ് ആ സ്ത്രീ പറയുന്നത്. കാരണം എന്താ, അന്നത്തെ ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഇതൊന്നും കരുതിയിട്ടില്ല. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണിക്കുമ്പോൾ നല്ല പൈസ കിട്ടി, പൈസ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോഴെന്ന് പറഞ്ഞാൽ തുണിയുടെ നീളം കുറഞ്ഞു വരാൻ തുടങ്ങി. അവസാനം പൈസ കുന്നുകൂടി പിന്നീട് വിവാഹമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയിട്ട് ഇപ്പം ടി വി കാണാൻ കഴിയുന്നില്ല. കാരണം എന്താ, ഏത് പാട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു രംഗത്തിൽ ഈ സ്ത്രീയുടെ ഈ ഡാൻസ് ഉണ്ടാവുമായിരുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊച്ചുമക്കളുമായിട്ടിരുന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരുന്നോ ടി വി മാത്രം കാണാൻ കഴിയുന്നില്ല. അവസാനം ഇവരുടെ അടുത്തൊരു തീരുമാനമാണ്, നിങ്ങൾക്ക് എത്ര ലക്ഷം വേണമെങ്കിലും തരാം, അതിൻ്റെ ഒരു പ്രിൻ്റെന്ന് എനിക്ക് തരണം, അതായത് അതിൻ്റെ അവകാശം എനിക്ക് തരണം, കൂട്ടിയിട്ട് കത്തിക്കാനാണെന്ന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. പൈസ ഉണ്ടാക്കിയിട്ട് പിന്നീടെന്ന് പറഞ്ഞാൽ കരയുകയാണ് ഇപ്പോഴേ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നിൽക്കുന്ന ഇങ്ങനെയുള്ള ജന്മങ്ങൾ ഇപ്പം രാത്രിയാകുമ്പോൾ സാരി ഉടുക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ മുടി നേരെയാക്കുന്ന കുറേ ടീമുകളുണ്ട്. അത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ചോദിക്കും, നീ എന്തിനാണോ ഇതൊക്കെ എടുത്ത് നോക്കുന്നത്? ഇതൊക്കെ കയറി വരുന്നതല്ലടോ, അത് നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ അതിശയത്തോടു കൂടി നോക്കിയിരിക്കും. കാരണം ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻ്റ് ഇടാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതിനൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അപ്പോൾ തന്നെ ഇവർ പറയുന്ന വേറൊരു കാര്യമുണ്ട്, പേഴ്സണൽ ലൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്ന്. പേഴ്സണൽ ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 500 രൂപ അടക്കും, എന്നിട്ട് അവരെ ലൈവിലേക്ക് കയറണമെന്ന്. അങ്ങനെയും കുറേ ടീമുകൾ. എൻ്റെ ഭഗവാനെ, ഇതൊക്കെ കാണുന്ന ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ ക്യാമറാമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈറ്റകളെ ഭർത്താക്കന്മാരായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുപോലെയുള്ള കാമരൂപിണികളായ ആൾക്കാരോട്, ആണിനോടും പെണ്ണിനോടും പറയുകയാണ്, തിയേറ്ററിൽ പോയിട്ട് ഇമാതിരി തോന്നിയവാസങ്ങൾ കളിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. കാരണം ഇപ്പം കാണിക്കുന്ന തോന്നിയവാസങ്ങൾ കുറേ നാൾ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും ഇത് ചിലപ്പോഴും മക്കളെല്ലാം എടുത്ത് നോക്കിയിട്ട് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് വരുക. കാരണം പല നടിമാർക്കും പണ്ട് ഇതേപോലെയുള്ള അവസ്ഥകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ അവരൊക്കെ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടേനെ, പക്ഷേ ഇനി അങ്ങനെയൊന്നും രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണേ. നന്ദി, നമസ്കാരം.